ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും മായ്ച്ചു കളയാൻ കഴിയാത്ത, ഇന്ത്യൻ മുസ്ലിമീങ്ങളെ വല്ലാതെ വേദനിപ്പിച്ച ഒരു ദിവസമായിരുന്നു 1992 ഡിസംബർ 6. സ്വതന്ത്ര ഇന്ത്യയുടെ മതേതരത്വ സങ്കല്പങ്ങൾക്ക് മേൽ കരുനിഴൽ വീഴ്ത്തിക്കൊണ്ട് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട ദിവസം. ഒരു മതേതര ജനാധിപത്യ രാജ്യത്ത് നിയമവ്യവസ്ഥയും ഭരണഘടനയും ഒക്കെ നിലനിൽക്കെയാണ് പതിറ്റാണ്ടുകളോളം ഇന്ത്യൻ മുസ്ലിമീങ്ങൾ പടച്ചവന് വേണ്ടി സുജൂദ് ചെയ്ത ആ ബാബരി മസ്ജിദ് നൂറുകണക്കിന് വരുന്ന വർഗീയവാദികൾ തകർത്തു കളഞ്ഞത്. ആ സംഭവം ഇന്ത്യൻ മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അത്രത്തോളം വേദനയുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു അത്. അത് കേവലം ഒരു പള്ളിയുടെ മാത്രം തകർച്ചയായിരുന്നില്ല, മറിച്ച് ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളുടെ സുരക്ഷിതത്വത്തെയും അവകാശങ്ങളെയും കുറിച്ചുള്ള വലിയ ആശങ്കകളാണ് ആ തകർച്ച ഉണ്ടാക്കിയത്. അവസാനം നിയമങ്ങളെ പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി ആ മണ്ണിൽ സംഘികൾ രാമക്ഷേത്രം പണിതു. അതിൻ്റെ ഉദ്ഘാടനങ്ങളൊക്കെ വലിയ ആഘോഷത്തോടു കൂടി നടന്നു. മുസ്ലിമീങ്ങൾ പതിറ്റാണ്ടുകളായി പടച്ചവന് സുജൂദ് ചെയ്ത ആ ബാബരി മസ്ജിദ് തകർത്ത് അവിടെ വലിയ ആഹ്ലാദത്തോടു കൂടി സംഘികൾ നിർമ്മിച്ച രാമക്ഷേത്രത്തിൽ നിന്നും ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. കാലം കണക്ക് ചോദിക്കാതെ ഒരിക്കലും കടന്നു പോകില്ലല്ലോ. ആ ബാബരി മസ്ജിദ് തകർത്തവന്മാർക്കും അതിന് കൂട്ടുനിന്നവന്മാർക്കും എല്ലാവന്മാർക്കും പണി കിട്ടി തുടങ്ങിയെന്ന് പറയാം. അയോധ്യയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ കേട്ട് രാജ്യം തന്നെ ഞെട്ടിയിരിക്കുകയാണ്. സുരക്ഷാ സംവിധാനങ്ങൾ ഭേദിച്ച് കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങളും കാണിക്കപ്പണവും അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നിന്ന് മോഷണം പോയിരിക്കുന്നുവെന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിരുന്നു അത്. കേവലം ഒരു സാധാരണ മോഷണമല്ല ഇത്. കഴിഞ്ഞ 11 മാസത്തിനിടെ വെറും സുരക്ഷയ്ക്ക് വേണ്ടി മാത്രം 10 കോടി രൂപ ചെലവഴിച്ച അത്യാധുനിക സംവിധാനങ്ങളുള്ള ഒരു ക്ഷേത്രത്തിലാണ് ഈ വൻ കവർച്ച നടന്നിരിക്കുന്നത് എന്ന് നാം എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ബാബരി മസ്ജിദ് തകർത്ത് അവിടെ രാമക്ഷേത്രം പണിതുയർത്തിയ ആ മണ്ണിൽ നിന്ന് ഒടുവിൽ സത്യങ്ങൾ ഓരോന്നായി പുറത്തു വരികയാണ്. സാധാരണക്കാർക്ക് വിചാരിക്കാൻ പോലും കഴിയാത്ത അത്രയും കർശനമായ സുരക്ഷാ വലയത്തിലാണ് ഈ ക്ഷേത്രമുള്ളത്. കമാൻഡോകൾ, CCTV, മെറ്റൽ ഡിറ്റക്ടറുകൾ, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന നിരീക്ഷണ സംവിധാനങ്ങൾ. എന്നിട്ടും അവിടെ മോഷണം നടന്നു. ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ക്ഷേത്രത്തിലെ വരുമാനത്തിലും ഭക്തർ സമർപ്പിച്ച വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങളിലും വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക നഷ്ടമാണ് ട്രസ്റ്റിന് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വാർത്ത. ഇത്രയും വലിയൊരു സുരക്ഷാ സംവിധാനം നിലനിൽക്കുമ്പോൾ പുറത്തു നിന്നുള്ള ഒരാൾക്ക് വന്ന് ഇത് ചെയ്യാൻ കഴിയുമോ? ഒരിക്കലുമില്ല. ഇത് ഉള്ളിൽ തന്നെയുള്ള ദൈവത്തെ വിറ്റ് കാശാക്കുന്നവന്മാരുടെ പണിയാണ് എന്ന സംശയം ആദ്യമേ തന്നെ ഉയർന്നിരുന്നു. ഈ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം, അതായത് SIT, ഈ രാമക്ഷേത്രത്തിലെ CCTV ദൃശ്യങ്ങളിൽ അട്ടിമറി നടന്നതായി അവർ കണ്ടെത്തി. മോഷണം നടന്ന ദിവസങ്ങളിലെ പ്രത്യേകിച്ച് കാണിക്കപ്പണം എണ്ണുന്ന ടേബിളുകൾക്ക് നേരെ സ്ഥാപിച്ചിരുന്ന പ്രധാന ക്യാമറകളിലെ ദൃശ്യങ്ങൾ വളരെ ആസൂത്രിതമായി ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം മായ്ച്ചു കളഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അവർക്ക് കണ്ടെത്താൻ സാധിച്ചത്. അന്വേഷണ സംഘം 3 ദിവസമായി ക്ഷേത്രത്തിനുള്ളിൽ നടത്തിയ ആ തീവ്രമായ പരിശോധനയിലാണ് ഈ ഗുരുതരമായ കണ്ടെത്തൽ നടത്തിയത്. ക്യാമറകളുടെ ചുമതലയുള്ള സുരക്ഷാ ജീവനക്കാർക്കും ഇതിൻ്റെ സാങ്കേതിക വശങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കും ഇതിൽ പങ്കുണ്ടെന്ന് വ്യക്തമാണ്. വലിയ പൈസ മുടക്കി സ്ഥാപിച്ച അവിടുത്തെ ക്യാമറ കണ്ണുകളെ പോലും അന്ധമാക്കാൻ മടിയില്ലാത്തവന്മാരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. ഈ വലിയ ശൃംഖലയിലെ കണ്ണികളെ കണ്ടെത്താൻ SIT വലവരിച്ചു കഴിഞ്ഞു. നിലവിൽ അന്വേഷണം നീളുന്നത് ക്ഷേത്രത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥരിലേക്കും ബാങ്ക് ജീവനക്കാരിലേക്കുമാണ്. കാണിക്കപ്പണം എണ്ണുന്ന പ്രക്രിയയിൽ പങ്കാളികളായ ബാങ്ക് ജീവനക്കാരുടെ പങ്ക് ഇപ്പോൾ സൂക്ഷ്മമായി SIT പരിശോധിച്ചു വരികയാണ്. ഇതിനിടയിലാണ് ഈ കേസിൽ ഒരു പേര് പുറത്തു വരുന്നത്. രാമശങ്കർ യാദവ് എന്ന ടിന്നു യാദവ്. രാമക്ഷേത്ര ട്രസ്റ്റിലെ സീനിയർ ഭാരവാഹികളുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ഈ ടിന്നു യാദവ്. ഇയാളെ SIT മണിക്കൂറുകളോളമാണ് ചോദ്യം ചെയ്തത്. ഇയാളുടെ പെട്ടെന്നുള്ള സ്വത്ത് സമ്പാദനവും സാമ്പത്തിക ഇടപാടുകളും ഇപ്പോൾ അന്വേഷണ പരിധിയിലാണുള്ളത്. ഉന്നത രാഷ്ട്രീയ ഭരണ നേതൃത്വങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന തെളിവുകളാണോ ഇതിലൂടെ പുറത്തു വരാൻ പോകുന്നത് എന്ന് നമ്മളിനി കണ്ടറിയണം. ഇതൊരു ചെറിയൊരു കളിയല്ല, ഇതിന് പിന്നിൽ വലിയൊരു ശൃംഖല തന്നെയുണ്ട് എന്നുള്ളതാണ് SIT സംശയിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യേണ്ട ഏകദേശം 200ഓളം പേരുടെ ഒരു ലിസ്റ്റ് തന്നെയാണ് അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ 125ലധികം പേരുടെ മൊഴികൾ ഇതിനകം തന്നെ രേഖപ്പെടുത്തി കഴിഞ്ഞു. ക്ഷേത്രത്തിലെ സുരക്ഷാ ചുമതലയുള്ള ഗാർഡുകൾ, അവിടെയുള്ള സന്ദർശകർക്ക് പ്രത്യേക പാസുകൾ അനുവദിക്കുന്ന ഉദ്യോഗസ്ഥർ, അതിൽ പാസ് നൽകുന്നവരും സുരക്ഷാ ജീവനക്കാരും തമ്മിൽ ഒത്തുകളി നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഇവരുടെ സർവീസ് റെക്കോർഡുകൾ ശേഖരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കപ്പണം കൈകാര്യം ചെയ്ത ബാങ്ക് പ്രതിനിധികൾ, രാമക്ഷേത്ര ട്രസ്റ്റിലെ ചില പ്രമുഖർ,
അങ്ങനെ നിരവധി പേർ ആ ലിസ്റ്റിലുണ്ട്. സംശയത്തിൻ്റെ നിഴലിലുള്ള എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളും കഴിഞ്ഞ ഏതാനും മാസങ്ങളിലെ സാമ്പത്തിക ഇടപാടുകളും പൂർണ്ണമായും മരവിപ്പിച്ചുകൊണ്ട് പരിശോധിക്കാനാണ് നിലവിലെ നീക്കം. നോക്കൂ, പതിറ്റാണ്ടുകളായി ഇന്ത്യയിലെ മതസൗഹാർദ്ദ അന്തരീക്ഷത്തിന് വലിയ ആഘാതമേൽപ്പിച്ച ഒരു ജനവിഭാഗത്തിൻ്റെ ആരാധനാലയം തകർത്തെറിഞ്ഞ് അവിടെ പടുത്തുയർത്തിയ ആ മണ്ണിൽ നിന്ന് അധർമ്മത്തിൻ്റെ വഴിയിലൂടെ സമ്പാദിച്ച പണവും പ്രശസ്തിയും ഒടുവിൽ അതേ രീതിയിൽ തന്നെ നഷ്ടപ്പെടുകയാണ്. ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും പേരിൽ ജനങ്ങളെ വൈകാരികമായി ചൂഷണം ചെയ്ത് കോടികൾ പിരിച്ചെടുത്തവർ ഇപ്പോൾ സ്വന്തം അഴിമതിയുടെയും കള്ളത്തരങ്ങളുടെയും പേരിൽ പരസ്യമായി നാണം കെടുകയാണ്. ഓരോ സത്യങ്ങളും ഓരോന്നായി പുറത്തു വരികയാണ്. അധികാരത്തിൻ്റെ ബലത്തിൽ എന്തും ചെയ്യാമെന്ന് കരുതിയവർക്ക് കാലം കരുതിവെച്ച തിരിച്ചടിയാണിത്. മറ്റൊരാളുടെ ആരാധനാലയം തകർത്ത് അനീതിയിലൂടെ കെട്ടിപ്പടുത്ത അയോധ്യ ക്ഷേത്രത്തിൽ ഇതല്ലാതെ പിന്നെ എന്താണ് സംഭവിക്കുക? നോക്കൂ, 1992 ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർക്കപ്പെടുമ്പോൾ അവിടെ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങളോ ഭരണകൂടത്തിൻ്റെ ഇടപെടലുകളോ ഉണ്ടായിരുന്നില്ല. മസ്ജിദ് തകർക്കാൻ വന്ന കർസേവകർക്ക് അന്നത്തെ ഉത്തർപ്രദേശ് സർക്കാർ എല്ലാ പിന്തുണയും നൽകി. അവിടെയുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുകയും അവരുടെ ക്യാമറകൾ വരെ തല്ലി തകർക്കുകയും ചെയ്തു. ദൃശ്യങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. കൃത്യമായി തെളിവുകൾ അവശേഷിപ്പിക്കരുത് എന്ന ആസൂത്രണം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സംഭവിക്കുന്നതോ, അത്യാധുനിക സുരക്ഷയുള്ള വിലമതിക്കുന്ന ക്യാമറകളുള്ള ക്ഷേത്രത്തിൽ മോഷണം നടന്നിരിക്കുന്നു. ആ മോഷണത്തിൻ്റെ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി കാണിക്കപ്പെടാൻ വേണ്ടുന്ന ടേബിളിന് നേരെയുള്ള CCTV ദൃശ്യങ്ങൾ ഉന്നതർ ഇടപെട്ട് എഡിറ്റ് ചെയ്ത് മാറ്റുന്നു. അന്നും ഇന്നും അധികാരത്തിലുള്ളവരും സുരക്ഷാ ചുമതലയുള്ളവരും തന്നെയാണ് നിയമത്തെയും തെളിവുകളെയും അട്ടിമറിക്കാൻ കൂട്ടുനിൽക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഈ രണ്ട് സംഭവങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്നു. ബാബരി മസ്ജിദ് തകർത്തത് കേവലം ഒരു ക്ഷേത്ര നിർമ്മിതിക്ക് വേണ്ടി മാത്രമായിരുന്നില്ല, മറിച്ച് ഇന്ത്യയിൽ വലിയൊരു രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കാനുള്ള ആയുധമായിട്ടായിരുന്നു. ഭക്തിയെയും മനുഷ്യൻ്റെ വിശ്വാസത്തെയും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിച്ചവന്മാരുടെ സകല അഴിമതിയും കള്ളത്തരങ്ങളുമൊക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ പേരിൽ പണം പിരിച്ചവന്മാർ തന്നെ അത് മോഷ്ടിക്കുന്നു. ഒരു ജനത പതിറ്റാണ്ടുകളായി പ്രാർത്ഥിച്ച ഒരു പള്ളി തകർത്തുണ്ടാക്കിയ മണ്ണിൽ നിന്ന് വഞ്ചനയുടെയും അഴിമതിയുടെയും വലിയ കള്ളത്തരങ്ങൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ അത് കാലം കാത്തുവെച്ച കാവ്യനീതിയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഒരു രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥതയും ഒരു ജനതയുടെ പള്ളിയും തകർത്തെറിഞ്ഞ് വഞ്ചനയിലൂടെയും ചതിയിലൂടെയും പടുത്തുയർത്തുന്ന ഒന്നും ശാശ്വതമല്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ജനതയെ വേദനിപ്പിച്ചുണ്ടാക്കുന്ന പ്രശസ്തിയും പണവും ഒരു കാലത്തും നിലനിൽക്കില്ലെന്നത് യാഥാർത്ഥ്യമാണ്. അധികാരത്തിൻ്റെ ഹുങ്ക് തലയ്ക്ക് പിടിച്ച് എന്തും ചെയ്യാമെന്ന് കരുതിയവർക്ക് കാലം നൽകിയ വലിയൊരു തിരിച്ചടിയാണിത്. ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു, ഇനി എന്തെല്ലാം വർഗീയവാദികൾ അനുഭവിക്കാൻ കിടക്കുന്നു.